എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈവിധ്യങ്ങളെ ലോകം എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ ഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പ് 3 ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് അവസാനത്തെ ഒരു ടേബിൾ, ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓരോ മേഖലകളും അവയുടെ അക്ഷാംശ വ്യാപ്തിയും സസ്യങ്ങളും ജന്തുക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു ടേബിളാണിത്. നമുക്കപ്പോൾ നമ്മൾ പഠിച്ച 3 മേഖലകളാണല്ലോ. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മേഖല ഏതാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖല. എവിടം തൊട്ട് എവിടം വരെയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്? മധ്യരേഖയുടെ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? മഹാഗണി, എബോണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ തടിമരങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ എന്താണ്? സൂര്യപ്രകാശം പോലും കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിബിഡ വനങ്ങളാണ്. പിന്നെ ഇവരൊരിക്കലും ഇല പൊഴിയില്ല. അതുകൊണ്ട് നമ്മളെ ഇവരെ ഇലപൊഴിയാ മരങ്ങളെന്നും നിത്യഹരിത മരങ്ങൾ എന്നൊക്കെ വിളിക്കും. ഇനി അവിടുത്തെ ജന്തുക്കളുടെ പ്രത്യേകത എന്താ? വൈവിധ്യമാർന്ന ജന്തുക്കളാണ്. കുരങ്ങവർഗ്ഗങ്ങളും മരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കളും വെള്ളത്തിൽ വസിക്കുന്ന ഹിപ്പപ്പൊട്ടാമസും ചീങ്കണ്ണിയും അതുപോലെ മൃഗങ്ങൾ ഏതൊക്കെയാ? പിന്നെയോ തത്ത, വേഴാമ്പല്, അങ്ങനത്തെ പക്ഷികളും അങ്ങനെ വൈവിധ്യമുള്ളതാണ് ഈ മധ്യരേഖ കാലാവസ്ഥയിലെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്ക് പറയണ്ടേ? അവിടുത്തെ ജനജീവിതമാണ്. എന്താ പ്രത്യേകത? ജനവാസം കുറവാണ്. നമുക്കറിയാം ജനവാസം കുറവാണ്. പിന്നെയോ ജനങ്ങൾ എങ്ങനെയാ ജീവിക്കണേ? വേട്ടയാടിയും മാംസങ്ങളും പഴങ്ങളും ഒക്കെ കഴിക്കും. മാനിന്റെ തുകലും ഇലകളും ഒക്കെയാണ് അവരുടെ വസ്ത്രങ്ങൾ. മരച്ചില്ലകളും അതുപോലെ വലിയ ഇലകളോ ഓലകളൊക്കെ കൊണ്ടാണ് അവർ വീടുകൾ നിർമ്മിക്കുന്നത്. പിന്നെയോ വനങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ചാണ്. ആ മേഖലയുടെ പ്രത്യേകതകളാണ്. ഇത് ഓരോന്നും പഠിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ എക്സാമിന് നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കും. എന്താണ് അക്ഷാംശ വ്യാപ്തി? അവിടെ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? മധ്യരേഖ ജന്തുക്കളുടെ പ്രത്യേകത എന്താണ്? ജനജീവിതം എന്താണ്? അപ്പോൾ ഇത് ഓരോന്ന് ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ഉഷ്ണ മരുഭൂമികളാണ്. മരുഭൂമിയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ആദ്യം? അക്ഷാംശ വ്യാപ്തിയാണ്. 2 അർദ്ധഗോളത്തിലും 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് ഉഷ്ണ മരുഭൂമികൾ ഉണ്ടാവുന്നത്. 2 അർദ്ധഗോളത്തിലും ഉണ്ട്, 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. ഇനിയോ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കള്ളിമുൾ ചെടിയും അക്വേഷ്യയും ഒക്കെയാണ്. പിന്നെ അവർക്ക് എന്തില്ല? ഇലകളില്ല, മുള്ളുകളുണ്ട്. പിന്നെയോ മാംസളമായ കാണ്ഡമുണ്ട്. നമ്മൾ ഇതിനു മുമ്പത്തെ ഭാഗങ്ങളിൽ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പടങ്ങളൊക്കെ കാണിച്ചിട്ട് കള്ളിമുൾ ചെടിക്ക് എന്താണ് ഇലകളില്ലാത്തതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത ജന്തുക്കളെ കുറിച്ചാണ്. ഈ കാലാവസ്ഥയിൽ ജീവിക്കാനായിട്ട് പ്രത്യേക അനുകൂലമുള്ള മൃഗങ്ങളാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഒട്ടകങ്ങൾ ഉണ്ടാവും മരുഭൂമിയിൽ, കഴുതകൾ ഉണ്ടാവും, കുതിരകള്, കുറുക്കൻ, പാമ്പ്, തേള്, പല്ലി, അതൊക്കെയാണ് മരുഭൂമിയിലുള്ള പ്രധാനപ്പെട്ട ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജനജീവിതമാണ്. നമുക്കറിയാലോ മരുഭൂമിയിലെ ജനജീവിതം വളരെ വിരളമാണ്. ആൾക്കാർ കുറച്ചേ ഉണ്ടാവലുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ വേട്ടയാടലും അതുപോലെ കന്നുകാലി വളർത്തലും ഒക്കെയാണ് പ്രധാന പരിപാടികൾ. മാംസം, പാല്, തിനവർഗ്ഗങ്ങൾ, ഈന്തപ്പഴം അതൊക്കെയാണ് ഭക്ഷണങ്ങൾ. പിന്നെയോ ഇളം നിറമുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് അവർ ധരിക്കണേ. എന്താ കാരണം? ചൂട് കൂടുതലാണ് അല്ലെ? അവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കണത്. അതൊക്കെയാണ് നമുക്ക് ഉഷ്ണ മരുഭൂമികളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ടേബിൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യന്റെ ആൻസറായി. ഇനിയുള്ളത് തുന്ദ്ര മേഖലയാണ്. എന്താണ് തുന്ദ്ര മേഖല? ഓർക്കുന്നുണ്ടോ? മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്തെന്ന് പറയാ? തുന്ദ്ര മേഖല എന്ന് പറയാ. ആർട്ടിക് തുന്ദ്ര എന്നാണ് പറയാ. എന്തൊക്കെയാണ് അക്ഷാംശ വ്യാപ്തി? ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് മുതൽ ഉത്തര ധ്രുവം വരെ. നമ്മുടെ ഗ്ലോബിന്റെ മേൽഭാഗത്താണ് അല്ലെ? മുകൾ വശത്താണ് ഉത്തരധ്രുവം എന്ന് പറയുന്നത്. ഉത്തരധ്രുവം വരെയും 66 ഡിഗ്രി വടക്കും ആർട്ടിക് വൃത്തത്തിന്റെ 66 ഡിഗ്രി വടക്ക് ഭാഗത്തുമാണ് ഇതുള്ളത്. എന്തൊക്കെയാണ് സസ്യങ്ങൾ? വളരെ കുറച്ച് സസ്യങ്ങളേ ഉള്ളൂ. പായലും പന്നലും അതുപോലെ ചെറിയ കുറ്റിച്ചെടികളും ചെറിയ പൂച്ചെടികളൊക്കെയാണ് അവിടെ ഉള്ളത്. വളരെ റെയറായതും വേനൽക്കാലത്താണ് ഈ ചെടികളൊക്കെ ഉണ്ടാവുക. പായലും പന്നലുമാണ് സാധാരണ ഉള്ളത് എന്ന് പറയുന്നത്. പിന്നെ ജന്തുക്കളാണ്. എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ ജീവിക്കുന്ന അനുകൂലമായ മൃഗങ്ങളാണ് ഉണ്ടാവുക. റെയിൻഡിയേഴ്സ്, ധ്രുവക്കരടി, കടൽ ജീവികളായ തിമിംഗലങ്ങള്, സീലുകള്, മീനുകള് അവയൊക്കെയാണ് ഉണ്ടാവുക. മാനില്ല, റെയിൻഡിയർ ആണ്. പിന്നെ ജനജീവിതമാണ്. നമുക്കറിയാം ഇന്യൂട്ടുകൾ നമ്മൾ പറയുന്നത് അല്ലെ? ഈ മഞ്ഞ് മൂടി സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളെ. അവിടെ എങ്ങനെയാണ്? വിരളമായ ജനസംഖ്യയാണ്. വേട്ടയാടലും മീൻപിടുത്തവുമാണ് പ്രധാനമായിട്ട് ജീവിതമാർഗങ്ങൾ.
പിന്നെയോ അവർ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് താമസിക്കുന്നത്. ഒരിക്കലും സ്ഥിരമായിട്ട് എവിടെയും താമസിക്കുന്നില്ല. വീട് മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് ഒരു വീട്, ശൈത്യകാലത്ത് ഒരു വീട്. പിന്നെയോ തുകൽ ചെരുപ്പുകളും രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളുമാണ് അവർ ധരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ 3 കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. എഴുതിയെടുക്കാൻ മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്തത് എന്താണ്, നമ്മൾ പഠിച്ചത് കൂടാതെ ഇങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് നമ്മൾ ഭൂമിയെ താപനില അനുസരിച്ചിട്ട് വിവിധ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളാണ്? ഉഷ്ണമേഖല, മിതോഷണ മേഖല, അതുപോലെ തന്നെ ശൈത്യമേഖല. ഓക്കെ, ഉഷ്ണമേഖല, മിതോഷണ മേഖല, ശൈത്യമേഖല. അപ്പൊ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ആ ഒരു കുഞ്ഞ് എക്സർസൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പഠിച്ച മേഖലകൾ എന്തിലൊക്കെ വരും എന്നുള്ളതാണ്. നോക്കിക്കേ, മധ്യരേഖ കാലാവസ്ഥ. മധ്യരേഖ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 10 ഡിഗ്രി അല്ലേ, ഈ ഭാഗത്ത് ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരും ഉഷ്ണമേഖലയിൽ വരും. പിന്നുള്ളത് ഉഷ്ണമേഖല മരുഭൂമികളാണ്. 20 ഡിഗ്രി 30 ഡിഗ്രിക്ക് ഇടയ്ക്ക് ഇവിടെ ഈ ഭാഗങ്ങളാണ് മേലെയും, അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ താഴെയും. അതും എന്തിൽ തന്നെയാണ്? ഉഷ്ണമേഖല തന്നെയാണ്. പിന്നെയുള്ളത് തുന്ദ്രാമേഖലയാണ്. തുന്ദ്രാമേഖല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആയിട്ടാണ് വരിക, 66 ഡിഗ്രി വടക്ക് അല്ലേ, ആർട്ടിക് തുന്ദ്ര. അപ്പൊ അത് എന്തിലാണ്? ശൈത്യമേഖലയിലാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളാണ്. നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ പൊതുവെ ജനവാസം കുറവാണ്. ഇവിടുത്തെ ജനവാസത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ എന്തൊക്കെയാന്ന്. മധ്യരേഖാ പ്രദേശത്ത് പൊതുവെ ജനവാസം കുറവാണ്. അതിന് കാരണം എന്താണ്? കനത്ത മഴയാണ്, നിബിഡമായ വനങ്ങളാണ്, എപ്പോഴും ഈർപ്പമുള്ള കാലാവസ്ഥയാണ്, പിന്നെയോ അപകടകരമായ വന്യജീവികൾ. ഇത് ഇത്രയുമാണ് അതിനുള്ള കാരണങ്ങൾ. ഇത്രയുള്ള അതിൻ്റെ ഉത്തരം. ഇനി അടുത്തതാണ്, താഴെ പറയുന്ന പ്രദേശങ്ങൾ ഏതേത് കാലാവസ്ഥാ മേഖലയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇത് കൈറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആമസോൺ നദീതടം എന്താണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ്. അറ്റക്കാമ എന്താണ്? ഉഷ്ണമരുഭൂമിയാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഇതൊക്കെ വിലയിരുത്താവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഉത്തരങ്ങൾ. വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതകളെ കാലാവസ്ഥാ നിർണയമായി സ്വാധീനിക്കുന്നു. മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തെ ആസ്പദമാക്കി പ്രസ്താവന സാധൂകരിക്കുക. വസ്ത്രവും കാലാവസ്ഥയുമായി ബന്ധമുണ്ടെന്നാണ് ഇവർ പറയണത്. അപ്പൊ നമ്മളത് മരുഭൂമിയിലെ ആളുകളായിട്ട് കമ്പയർ ചെയ്ത് പറയണം. നോക്കിയാലോ, നോക്കിക്കേ. സൂര്യപ്രകാശം, പെട്ടെന്നുള്ള മണൽക്കാറ്റുകൾ എന്നിവയിൽ നിന്നും ശരീരത്തെ പരിരക്ഷിക്കുക, ശരീരത്തിലെ ചൂട് പെട്ടെന്ന് പുറത്തു പോകാൻ അനുവദിക്കുക എന്നീ കാര്യങ്ങളാണ് മരുഭൂമിയിലെ ജനങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ പ്രധാന ധർമ്മം. അയഞ്ഞ വസ്ത്രങ്ങൾ വിയർപ്പിനെ ബാഷ്പീകരണം കുറയ്ക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യും. ഇളം നിറമുള്ള വസ്ത്രങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ശരീരത്തിന്റെ താപനില കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് വസ്ത്രധാരണവും കാലാവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. എന്താണ് മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആൻസർ. എന്താണ് മരുഭൂമിയിലെ വസ്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞായിരുന്നു ചോദ്യം. എന്തൊക്കെയാ പറയണ്ടേ? സൂര്യപ്രകാശം, അതുപോലെ പെട്ടെന്നുള്ള മണൽക്കാറ്റുകൾ എന്നിവയിൽ നിന്ന് ശരീരത്തെ പരിരക്ഷിക്കുക, അതുപോലെ തന്നെ ശരീരത്തിലെ ചൂട് പെട്ടെന്ന് പുറത്തു പോകാൻ അനുവദിക്കുക എന്നീ കാര്യങ്ങളാണ് എന്ത് മരുഭൂമിയിലെ ജനങ്ങളുടെ വസ്ത്രങ്ങളുടെ പ്രധാന ധർമ്മം. അപ്പൊ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും? അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. അവ വിയർപ്പിനെ ബാഷ്പീകരണം കുറയ്ക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യും. പിന്നെയോ ഇളം നിറമാണ്. അപ്പൊ എന്ത് പറ്റും? സൂര്യപ്രകാശം പ്രതിഫലിപ്പിച്ച് കളയും, ആഗിരണം ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും? ശരീരത്തിന്റെ താപനില അതുകൊണ്ട് കുറയും. പിന്നെയോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വസ്ത്രധാരണവും കാലാവസ്ഥ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഉത്തരവ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതായിരുന്നു. ഓരോ കാലാവസ്ഥാ മേഖലയിലും ജനത്തിന്റെ ജീവിതത്തിൽ പ്രകൃതിയുടെ സ്വാധീനം പ്രകടമാണ്. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കാലാവസ്ഥാ മേഖലയിൽ ഒന്നിനെ അടിസ്ഥാനമാക്കി വ്യക്തമാക്കുക. ഭക്ഷണം, ഭവന നിർമ്മാണം, വസ്ത്രധാരണം, ഇത് മൂന്നുമാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. നമുക്ക് തണുപ്പ് കാലത്തെ ആൾക്കാരെ കുറിച്ച് പറയാം. എന്താണ്? ഒരു ആർട്ടിക് തുന്ദ്രയാണ്. ആർട്ടിക് തുന്ദ്ര കാലാവസ്ഥ പ്രദേശത്തെ ജനജീവിതത്തെ കുറിച്ച് പറയാം. അത് പൂർണ്ണമായി എന്താണ്? പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് പറയുന്നത്? സീലുകള്, റെയിൻഡിയറുകള്, ധ്രുവക്കരടികൾ, അതൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ. പിന്നെയോ വേട്ടയാടപ്പെട്ട മൃഗങ്ങളുടെ മാംസം അവർ ഭക്ഷിക്കുകയും ചർമ്മമാണ് എന്ത്? വസ്ത്രമായിട്ട് ധരിക്കുകയും ചെയ്യുക. തോലൊക്കെയാണ് അതിന്റെ വസ്ത്രമായിട്ട് എടുക്കുക. പിന്നെയോ എല്ലുകളിൽ നിന്നും കൊമ്പുകളിൽ നിന്നും ഒരു ആയുധങ്ങൾ ഉണ്ടാക്കും. അപ്പൊ വേനൽക്കാലം ആയിരിക്കുമേ. പിന്നെ ശൈത്യകാലം തുടങ്ങും. അപ്പൊ 6 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ശൈത്യകാലത്ത് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇഗ്ലൂവിന് പുറത്തിറങ്ങില്ല. എന്താണ് ഇഗ്ലൂ? അവർ താമസിക്കുന്ന വീട്. ഈ കാലഘട്ടത്തിൽ അതിജീവിക്കാൻ അവർ മുൻകൂട്ടി ഭക്ഷണം സൂക്ഷിച്ചു വെക്കും. അപ്പൊ നേരത്തെ വേട്ടയാടി വെച്ച സാധനങ്ങളൊക്കെ അവർ ഇഗ്ലൂവിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. പിന്നെയോ വേനൽക്കാലത്തും ശൈത്യകാലത്തും
സ്ഥലം മാറുന്നത് കൊണ്ട് അവരൊരിക്കലും എന്ത് ചെയ്യില്ല, സ്ഥിരമായിട്ട് വീടുകൾ നിർമ്മിക്കില്ല. വേനൽക്കാലത്ത് ഒരു വീട്, ശൈത്യകാലത്ത് ഒരു വീട്, സ്ഥിരമായിട്ടൊരു വീടില്ല അവർക്ക്. പിന്നെയോ ലെതർ ഷൂസും ജാക്കറ്റും രോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം മറ്റു കാലാവസ്ഥ പ്രദേശങ്ങളിലെ ആളുകളുടെ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ജനജീവിതവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിസ്സംശയം പറയാം. നമ്മളിപ്പോൾ പറഞ്ഞത് തണുപ്പ് കാലാവസ്ഥയെ കുറിച്ചാണ്. ഇതുപോലെ നമുക്ക് മധ്യരേഖ കാലാവസ്ഥയിലെ ആളുകളെ കുറിച്ചും അതുപോലെ മരുഭൂമിയിലെ ആളുകളെ കുറിച്ചും ഒക്കെ പറയാൻ കഴിയും. അപ്പൊ മധ്യരേഖയിലാണെങ്കിലോ ഭക്ഷണം എന്താണ്, അവർക്ക് ഒത്തിരി വേട്ടയാടും പഴങ്ങളും ഒക്കെ കിട്ടും, വേട്ടയാടിയ ഒക്കെ കിട്ടും, മീനുകളൊക്കെ കിട്ടും. ഭവന നിർമ്മാണം മരച്ചില്ലകളും ഇലകളും വലിയ ഓലകളൊക്കെ വെച്ചിട്ട്, വസ്ത്രധാരണമോ അതിന്റെ ഇലകളൊക്കെ വെച്ചിട്ടുള്ള തുകലും കൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവർ ധരിക്കുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ജനജീവിതം എന്ന് പറഞ്ഞ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. വിലയിരുത്താമെന്ന് ഉൾപ്പെടെ എല്ലാ ചോദ്യങ്ങളും ആൻസറുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.